ഭർത്തൃ വീട്ടിൽ യുവതികൾ ആത്മഹത്യ ചെയ്യുന്നത് പുതുമയുള്ള കാര്യമല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കെട്ടി അങ്ങ് തൂങ്ങിച്ചാകും. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ശരിക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ. അപർണയുടെ കാര്യവും വ്യത്യസ്തമല്ല. ഭർത്താവ് അക്ഷയോട് വീഡിയോ കോളിൽ എന്തോ സംസാരിച്ചു. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അപർണ നേരെ പോയി തൂങ്ങി അങ്ങ് മരിച്ചു. പിന്നെ പേരുദോഷം മുഴുവൻ ഭർത്തൃ വീട്ടുകാർക്ക്. പക്ഷേ അപർണ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് ഭർത്താവിൻ്റെ കാരണമോ ഭർത്തൃ വീട്ടുകാരുടെ കാരണമോ അല്ല. അതിൻ്റെ കാരണക്കാരൻ വേറൊരാളാണ്. ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ആ മനുഷ്യരൂപത്തിൻ്റെ പേര് അപർണയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ തുറന്നു പറയുകയാണ്. ആരാണ് അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ആരാണ് ആ അജ്ഞാതൻ? കൊച്ചുകൂടെ വന്നിട്ട് ഒരു വർഷം ഒരു മാസം. ശരിക്കും പറഞ്ഞാൽ അന്നേ ഈ പറഞ്ഞ വീഡിയോ കോളിൽ മകൻ കണ്ടു, മകൻ ആരും അറിയിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രവാർത്ത വന്നത്. അതില് ഒരു യാഥാർത്ഥ്യമല്ല. മോൻ പറഞ്ഞത് മോന്റെ മൊബൈലെല്ലാം സ്റ്റേഷനിൽ പരിശോധിച്ചായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ കോളേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും അറിയത്തില്ല മരുമകൾ എങ്ങനെ ആത്മഹത്യ ചെയ്തല്ലേ? അറിയില്ല, ഇപ്പോഴും അറിയില്ല. ശരിക്കും നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ മോൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവന്റെ മൊബൈല് സ്റ്റേഷനിൽ കാണിക്കുകയും അവന്റെ മൊബൈൽ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. അതിൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഉള്ളതായിട്ടില്ല. അവര് പറയുന്നത് മരുമകൻ പിന്നെ മകൻ, അതെ, എൻ്റെ മകൻ പിന്നെ എന്തോ സംസാരിച്ചിട്ടായിരിക്കും അവള് ഇതെല്ലാം ചെയ്തത്. വീഡിയോ അതാണ് മൊബൈൽ ഫോൺ ചരിച്ചു വെച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിത്യം മൊബൈൽ ഫോൺ അങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത്. കാരണം കൂടെ കിടക്കുന്ന മകൾക്കറിയാം. മകളുള്ളപ്പോഴും ഉള്ളപ്പോഴും മോൻ്റെ ചോദിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു, അത് എപ്പോഴും ഫോൺ അങ്ങനെ കൊണ്ടുവന്ന് ചരിച്ചു വയ്ക്കുള്ളൂ. അപ്പം അതിനെ ഒന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അവരിങ്ങനെ പറഞ്ഞു എങ്കിലും ഞങ്ങൾക്ക് വിഷമം സ്വാഭാവികമായിട്ട് മനുഷ്യർക്കുണ്ടാവും. സംശയം തോന്നുന്നു. സംശയം എന്ന് പറഞ്ഞാൽ എന്റെ മോളെക്കാട്ടും എനിക്ക് പറയാൻ പറ്റാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാല് അത്രയ്ക്കും സ്നേഹത്തോടെയാണ് ഞങ്ങൾ ആ മോളെ വളർത്തിയത്. അവളെ ഇഷ്ടത്തിനാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും എന്ത് കാര്യമായാലും. നമുക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. അവളത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തിനാണ് അവളത് ചെയ്തത് എന്നുള്ള അതിന്റെ സത്യാവസ്ഥ വരുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അവര് രണ്ടുപേരും ഇരിക്കാനെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അവന്റെ കൂടെ പഠിച്ചതാണ്. അവർ ഒരുമിച്ച് ഉഴമലക്കൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തിൽ ഒരുപാട് വിള്ളലുകൾ വരാം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ. കാരണം അടിത്തറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പറയണം, ഞങ്ങളത് പരിഹരിച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഇതിപ്പോ സ്നേഹം കൂടിയത് തന്നെയാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, വീട്ടിലുള്ളവരുടെ പറയൂലേ? ഇല്ലെങ്കിൽ എൻ്റെ മോളോട്, എൻ്റെ മോളുടെ പറയാം. അപ്പൊ എൻ്റെ മോളുടെയും പറഞ്ഞില്ല, ഭാര്യയുടെയും പറഞ്ഞില്ല, അവനോടും പറഞ്ഞില്ല, നമ്മളോടും പറയാതെ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നമുക്കും ഉണ്ട്. പക്ഷെ ആരോട് ചോദിക്കും? അവള് അകത്ത് കയറി കഥ അടച്ചെന്നാ മോള് പറഞ്ഞത്. മോൾ ഇവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ അവള് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇയർഫോണൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടായാൽ പോലും ചിലപ്പോൾ മോൾ അറിയണമെന്നില്ല. അവൾ ഈ മൊബൈലിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചായ കുടിക്കാൻ വരാൻ താമസിച്ചത് കൊണ്ടാണ് മോൾ എന്ത് ചെയ്തത്, പോയി കഥയിൽ തട്ടി വിളിക്കുകയും അവസാനം ഞങ്ങളെയൊക്കെ വിളിച്ചു പറയും. അതിനു മുമ്പ് മോൻ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. നുന്നു എന്നാണ് മോളെ വിളിക്കുന്നത്. നുന്നു പിന്നെ വാവച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, നീ ഒന്ന് കഥയിൽ കൊട്ടി വിളിച്ചു നോക്കെന്ന് പറഞ്ഞ്. അപ്പോഴും അവൾ ചെന്ന് വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല, അല്ല കഥവ് തുറക്കണില്ല. അപ്പൊ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ജനൽ വഴി ചെന്ന് നോക്കെന്ന് പറഞ്ഞ്. അപ്പം പറഞ്ഞു, ചേട്ടാ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു, ചേച്ചി ഉറങ്ങണായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ അവൻ പറഞ്ഞു, ക്ലാസ് പൊട്ടിച്ച് നോക്ക്. ഇല്ല, അപ്പോഴും അറിയുന്നില്ല. ഞങ്ങള് വന്നതിന് ശേഷം വന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ടും ഞാൻ ഫോണിൽ വിളിക്കുകയാണ്, കഥ ഉറക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഫോണും. അപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കാതായപ്പം ഞാൻ മോൻ്റെ അടുത്ത് തന്നെ തിരിച്ച് ചോദിക്കുകയാണ്, മോനെ കഥവ് പൊളിച്ച് നോക്കട്ടെ, എന്തിനാണ് അവള് വല്ലതും ചെയ്തോ എന്താണെന്ന് അറിയാൻ പറ്റണില്ലല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഉറങ്ങുമോ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തിനു ചേട്ടൻ പിന്നെ മോളെടുത്ത് പറഞ്ഞു വെട്ടോത്തി എടുത്തോണ്ട് വരാൻ വെട്ടോത്തി ഇട്ട് പൊളിച്ചപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് മോനോടെ തന്നെ വീഡിയോ കോളിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ഞാൻ ഇതാ മരിക്കാൻ പോണേന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണ്.
എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഈ ഭർത്തൃ വീട്ടിൽ സ്ത്രീകൾ മരിക്കുമ്പോഴാണല്ലോ ഏറ്റവും പേര് ദോഷം കേൾക്കുന്നത്. പേരുദോഷം. നിങ്ങളൊക്കെ ശത്രുത മനോഭാവം എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളെ അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശത്രുത മനോഭാവം. നാട്ടുകാർ മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തി. നാട്ടുകാർ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു കേട്ടു ഒരുപാട് പേര് പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞത് പയ്യൻ അവിടെ ഇല്ലെങ്കിലും പിന്നെ മൂത്തവനുമായിട്ട് ഇല്ല, ആരൊക്കെ പറയുന്ന കേട്ടത് കറക്റ്റ് പേരറിയില്ല, പയ്യൻ അവിടെ ഇല്ലെങ്കിൽ തന്തിയൻ ജയിലിൽ പോകും എന്നുള്ള ഒരു വർത്തമാനമൊക്കെ കേട്ട്. പിന്നെ എന്റെ മൂത്തവനോ അച്ഛൻ പറഞ്ഞു. പിന്നെ ഇല്ലെങ്കിൽ മൂത്ത പയ്യ ഉണ്ടല്ലോ. പക്ഷെ അന്ന് ആ ദൈവത്തിന് എന്തായാലും അവൻ ഉച്ചയായപ്പോഴും ഇവിടുന്ന് ഒരു പള്ളിയിൽ മ്യൂസിക് വായിക്കാനായിട്ട് പോയി. ഇല്ല, അവര് ഇല്ല, വളരെ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, എന്റെ മോള് വഴിയെ ജോലിക്ക് പോകുമ്പോഴായാലും പഠിക്കാൻ പോകുമ്പോഴായാലും മോളെടുത്ത് കാണും, നീ ആ തൂങ്ങി മരിച്ച വീട്ടിലെ കൊച്ചല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വണ്ടിയിലിരുന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ മരുമോളല്ലേ തൂങ്ങിയത്, എന്തായിരിക്കും കാരണം? ഞാൻ പറഞ്ഞു മോൾ ഒടിയോ ചോദിക്കണം. അല്ല, എനിക്കറിയില്ല. അത് കേൾക്കുമ്പോ വിഷമമുണ്ട്. പക്ഷെ സംഭവിക്കുമ്പോ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം കേൾക്കേണ്ടി വരും. അത് ഇങ്ങനെ സംഭവിക്കും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞങ്ങളെ അറിവില്, അതായത് ആ മരണം നടക്കുന്ന ആ നിമിഷം വരെയും ഇവര് തമ്മിൽ വഴക്ക് കൂടുന്നതോ വർത്താനം പറയുന്നതോ ഫോണിലൂടെ ഫൈറ്റ് ചെയ്യുന്നതോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞുകൂടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അവളെ പയ്യൻ പോയി 5.5 മാസം കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു വരുത്തിയാണ് ഈ പെണ്ണിനെ വിളിച്ചിഞ്ഞു കൊടുത്തു വിട്ടത്. പയ്യൻ ഗൾഫിൽ പോയിട്ട് 5.5 മാസം ആയപ്പോൾ അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഇവിടെ അല്ല വിളിച്ചു വരുത്തിയത്. അപ്പം അവരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നീ ഇവിടെ വന്നേ? അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവർ ഇതേപോലെ മോളെ കൊണ്ടുപോകണം. ഇതിൽ വേറൊരു കാര്യം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഈ 5.5 മാസം ആവുമ്പം എന്തിന് നീ വന്നു എന്നെൻ്റെ ചോദ്യമുണ്ട്. ഈ ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പയ്യൻ ഇവിടെ വന്നായിരുന്നു. അവരുടെ കുര്യാത്തിൽ നിന്നൊരു പയ്യൻ അതിൻ്റെ തലേ ദിവസവും ഇവിടെ വന്നു. ഈ പിന്നെ മോൻ വരണേൻ്റെ അന്നും ഇവിടെ വന്നു. ആ പയ്യൻ അവിടെയുള്ള ഒരു പയ്യനാണ്. അവിടെ പിന്നെ ഒരു സ്ഥാപനം നടത്തുന്ന പയ്യനാണ്. കാരണം അവൻ 1ാമത്തെ ദിവസം വന്നപ്പോൾ മോൻ താഴെ വെച്ച് സംസാരിച്ചു. അപ്പോൾ അവൻ മോനോട് പറഞ്ഞത്, പിന്നെ നിന്റെ അനിയെ സ്നേഹിക്കുന്ന പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. കല്യാണം കഴിക്കണം. അപ്പോ മോൻ അതായത് ഇപ്പൊ ഗൾഫിൽ ഇരിക്കുന്ന പയ്യൻ ഇല്ല, ഇത് അതിന് മുമ്പുള്ള കാര്യം പറയാണ് ഞാൻ. അപ്പൊ മോൻ പറഞ്ഞ്, അതിന് പെണ്ണിരിക്കുന്ന വീട് ഇവിടെ അല്ല, അത് കുര്യാത്തിയിലാണ്, നീ അവിടെ പോയി സംസാരിക്കും. ഇല്ല, അത് അവർക്ക് എന്നോട് അയക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ ആര്യനാട് ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്. അവൻ ഗൾഫിൽ പോയപ്പോൾ അവൻ്റെ കൂടെ അയക്കണമെന്ന് അവൻ എല്ലാം ഉറപ്പിച്ചിട്ടാണ് പോയത്. അപ്പം മോൻ പറഞ്ഞ്, പിന്നെ അവൻ വീട്ടിൽ പറഞ്ഞു അവൻ്റെ ഇഷ്ടമുള്ള ഒരു പെണ്ണുണ്ട്, അത് ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് അതൊക്കെ പിന്നെ സാവകാശ കല്യാണം കഴിക്കുള്ളൂ. അപ്പോഴും അവൻ പറഞ്ഞ്, അത് നിങ്ങളെല്ലാം കൂടെ പറഞ്ഞതാണ്. അപ്പം അവൻ പറഞ്ഞ്, ഇവിടെ നീ വരരുത്, അതിൻ്റെ ആവശ്യമില്ല, പെണ്ണിരിക്കുന്നിടത്ത് പോവുക. അങ്ങനെ അവൻ അന്നത്തെ ദിവസം പോയി. 2ാം ദിവസം അവൻ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നു. ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പോഴും ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വണ്ടിയും കയറ്റി ഇട്ടിട്ട് ഞാൻ യവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. കാരണം മോശമല്ലേ, അതുകൊണ്ട് താഴോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവനോട് ഞാൻ കാര്യം തിരക്കി. അപ്പോൾ ഞാൻ കാര്യം തിരക്കിയപ്പോൾ അവൻ ആദ്യം തലേദിവസം പറഞ്ഞത് തന്നെ അപ്പോഴും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ശല്യമില്ല. അതിന് മുമ്പുള്ള അല്ല, അത് മുമ്പുള്ളതാണ്. പക്ഷെ അതിനുള്ള ഈ മോൻ വരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. മോൻ ഗൾഫിൽ പോയത് 5.5 മാസം കൊണ്ട് വരാനല്ലല്ലോ. അപ്പൊ 5.5 മാസം കൊണ്ട് വരാനുള്ള കാരണം അവസാനം അവൻ്റെ വന്ന് നമ്മൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ മൂത്തമ്മ സംസാരിച്ചതാണ്, ഇനി ഈ മേലാൽ ഇവിടെ വരരുത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 ദിവസം യവനുമായിട്ട് അവർക്ക് കല്യാണം നടത്തിയേ പറ്റൂ. അതെങ്ങനെ നടത്തണം? അവർ കല്യാണം നടത്തൂല, യവൻ ഇങ്ങ് വിളിച്ചുകൊണ്ട് പോന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ചർച്ച ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അവരുടെ ചെറിയൊരു രീതിയിലെങ്കിലും ഫംഗ്ഷൻ നടത്തി തരാൻ പറ. അവരൊക്കെ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ശരി, അവർ പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് എന്നോട് വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേസായ ഞാൻ സ്റ്റേഷനിലൊന്നും വരൂല. എൻ്റെ മോനോട് പറഞ്ഞാണ്. ഇല്ല, കേസൊന്നും ആവൂല. അവസാനം ഒരു 4-ൻ്റെ അന്ന് അവൻ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഞാൻ ആ പയ്യൻ്റെ കാര്യം പറയാനായിട്ട് കാരണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പയ്യനായിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഈ കൊച്ചു ആരോടും പറയാതെ ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്. അവനിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാൻ അറിഞ്ഞ ഇങ്ങനെയാണ്, അവൻ്റെ ഷോപ്പിൽ കൊക്കോളയിൽ
മദ്യം കലർത്തി കൊടുത്ത് ഈ കൊച്ചിനെ കുഴിപ്പിച്ച് കറങ്ങി അവിടെയുള്ള ആളുകൾ ഈ കുറച്ച് സമയം ഷട്ടർ താത്തിയിട്ടു. അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾ ബന്ധുക്കൾ വന്ന് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള ന്യൂസ് പിന്നീട് അറിയാനായിട്ട് സാധിച്ചു. അപ്പൊ അതിലെത്ര ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ എനിക്കറിയില്ല. അവന്റെ സ്ഥാപനത്തിലാണ് പോയത്. എൻ്റെ മോൻ ഗൾഫിൽ പോയതിന് ശേഷം ഇവിടെ ഒരു സ്ഥാപനം ഇടുകയും ആ സ്ഥാപനത്തിൽ ഈ കൊച്ചു ജോലിക്ക് പോവുകയും ചെയ്തു. മനസ്സിലല്ലേ? പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ കമ്പി കടയിലാണ് ഇട്ടത്, അവിടെയാണ് വിട്ടത്. അതിന് നമ്മളവിടെ വന്നതിന് ശേഷം ഒരൊറ്റ പ്രശ്നമേ ഇല്ല. പക്ഷെ എനിക്കിപ്പോഴും കിട്ടാത്തൊരു ചോദ്യമാണ്, ഈ പഴയ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചോദ്യം അതായിരിക്കുമോ? ആഗ്രഹമുണ്ട്. കാരണം സത്യസന്ധമായിട്ടും നിഷ്കളങ്കമായിട്ടും ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ അത് എല്ലാവർക്കും താങ്ങാൻ പറ്റൂല. ഇല്ല, മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സമയത്ത് ഞാൻ പലപ്പോഴൊക്കെ ഈ വണ്ടി ചാർജ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ആരും കാണൂലേ, ഇവരെല്ലാം ഓരോ സ്ഥലത്ത് പോയി. അപ്പോഴും ഞാൻ ഈ റൂം തുറന്നിട്ട് ഞാൻ ഹൃദയത്തിൽ കൈവച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നാലും നീ ഒരു വാക്ക് പറയാതെ ചെയ്തല്ലോ. ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഇന്നും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഇല്ലാതെ പറ്റണില്ല. അത്രയ്ക്കും ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇല്ല, ഞാനിപ്പോഴാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ ജനുവരി തൊട്ടാണ് അവൾ ആ റൂമിൽ കിടക്കാൻ തുടങ്ങിയത് തന്നെ. എന്നിട്ടും പറയും, ചേച്ചി എന്നാൽ എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്റെ അടുത്ത് പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു.